തൻ്റെ മുറിയിൽ നിൽക്കുന്ന സത്യത്തെ ഒരു നിമിഷം സ്വപ്നമാവണമെന്ന് അവൾ ആദ്യമായി ആഗ്രഹിച്ചു. മിഴുനീർ കണങ്ങൾ കണ്ണിൽ നിന്നും ഉതിർന്ന് തറയിലേക്ക് വീണു. ഇനി ഒരിക്കൽ പോലും താൻ കാണരുത് എന്ന് ആഗ്രഹിച്ച മുഖം ഇപ്പോൾ തൻ്റെ മുന്നിൽ തനിക്ക് നേരെ നിൽക്കുന്നതെന്ന് ബോധം അവളെ വളരെയധികം ദുഃഖിതയാക്കി. പാറു. പെട്ടെന്നാണ് വർഷങ്ങൾക്ക് ശേഷം ആ ശബ്ദം അവളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തിയത്. പാറു, എന്താ നീ? എന്നോട് പിണക്കമാണോ എൻ്റെ പാറുവിന്? നോക്ക്, എൻ്റെ പാറുവിനോട് അത്ര ഇഷ്ടമുണ്ടായോണ്ടല്ലേ നിന്റെ കാശിയേട്ടൻ കഷ്ടപ്പെട്ട് നിന്നെ കണ്ടുപിടിച്ച് ഇവിടെ വരെ എത്തിയത്. എന്നിട്ട് എന്നോട് ഒന്നും മിണ്ടാതിരിക്കുക. പാർവതിയുടെ മൗനം അവനിൽ ദേഷ്യം ഉളവാക്കിയെങ്കിൽ പോലും തൻ്റെ ദേഷ്യത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് കാശി പതിയെ പാർവതിയുടെ കവിളിലായി കൈ തലോടി. പക്ഷേ വളരെയധികം ഈർഷ്യയാണ് പാർവതി പ്രകടിപ്പിച്ചത്. എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ, എനിക്ക് നിന്നോടല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. കാശി അല്പം കൂടെ പാർവതിക്ക് നേരെ നിന്നു. വിട്. പെട്ടെന്നാണ് പാർവതി കാശിയെ പിടിച്ച് തള്ളിയത്. അല്പം നേരം മുൻപ് കടിഞ്ഞാണിട്ട് നിർത്തിയിരുന്ന കാശിയുടെ ദേഷ്യം അത്യധികം ബലത്തോടെ അവനിലേക്ക് തിരിച്ചു വന്നു. അതിന് മറുപടി എന്നോണം കാശി പാർവതിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്തു. അവൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പാവം പെണ്ണ് ഒരാണിൻ്റെ കൈക്കഴുത്തിന് മുന്നിൽ നിഷ്പ്രയാസം തോറ്റു. അച്ഛാ! പെട്ടെന്നാണ് അകത്ത് നിന്ന് പാർവതിയുടെ കരച്ചിൽ കേട്ട് കണ്ണൻ അവിടെ ഓടി വന്നത്. എന്താ അമ്മ എന്തിനാ കരയുന്നത്? അതൊന്നുമില്ല മോനെ, ഒരുപാട് കാലമായില്ലേ അമ്മ അച്ഛനെ കണ്ടിട്ട്, അതുകൊണ്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ആണോ അമ്മേ? ഞാൻ പാർവതിയെ നോക്കി ചോദിച്ചു എങ്കിൽ പോലും ഒരു നിസ്സഹായ നോട്ടം മാത്രമാണ് അവൾ അവന് നൽകിയത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ചു മുൻപ് കണ്ണൻ അച്ഛ എന്ന് കാശിയെ അഭിസംബോധന ചെയ്തതിൽ നിന്ന് പാർവതിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു. താൻ എന്താണ് തൻ്റെ മകനിൽ നിന്ന് ഇത്രയും കാലം മറച്ചു വെച്ചത്, അത് ഇപ്പോൾ അവൻ അറിഞ്ഞിരിക്കുന്നു. വീണ്ടും വന്ന് തൻ്റെ മകനെ തന്നിൽ നിന്നും പിരിക്കാൻ. പിന്നല്ലാതെ. ആണോ? അച്ഛനമ്മയെ കരയിക്കല്ലേ, അമ്മ പാവമാ. മോൻ പുറത്തു പോയി കളിച്ചോ, അച്ഛൻ കുറച്ചു നേരം അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ആ അന്നേ ദിവസം കാശി വാങ്ങിച്ചു കൊടുത്ത റോബോട്ടും കൈപ്പിടിച്ച് കണ്ണൻ തുള്ളിച്ചാടി പുറത്തേക്കോടി. അവൻ ആ മുറിയിൽ നിന്നും പോയത് കാശി അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. അവിടെയുണ്ടായിരുന്ന കട്ടിലിലേക്കിരുന്നു. കാലുമേൽ കാൽ കയറ്റി വെച്ച് തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കൊളുത്തി വലിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന പാർവതിയോട് അവൻ ചേർന്ന് നിന്നു. ഒരു പഫ് അകത്തേക്കെടുത്ത ശേഷം അതിൻ്റെ പുക പുറത്തേക്ക് വിട്ടു. ശേഷം കാശി പാർവതിയെ തന്നെ നോക്കി. ഡി, എന്താടി പുന്നാര മോളെ, ചെവി കേൾക്കില്ലേ നിനക്ക്? നിങ്ങൾ പറ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, എന്താണെന്ന് ഞാൻ അറിയട്ടെ. ഉള്ളിൽ ധൈര്യം സംഭരിച്ച് പാർവതി മറുപടി നൽകി. പക്ഷേ അവളുടെ മാറ്റം വളരെയധികം ആശ്ചര്യത്തോടെയാണ് കാശി നോക്കി കണ്ടത്. അപ്പോ നിനക്ക് നാക്കൊക്കെയുണ്ട്. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? എനിക്ക് പോണം. അതൊക്കെ പറയാം, നീ ആദ്യം കസേരയിൽ കയറിയിരിക്കെ. മുന്നിലുണ്ടായിരുന്ന കസേര കാലുകൊണ്ട് നീക്കി അടുത്തേക്കിട്ട് കാശി പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ പാർവതി അതിന്മേലിരുന്നു. പറ, എന്താ കാര്യങ്ങൾ കേൾക്കാൻ നിനക്ക് ഇത്ര ഉത്സാഹമോ? എന്തായാലും പറ. എൻ്റെ മോനെ വേണം, അത്രയല്ലേ ഉള്ളൂ. നീ പറഞ്ഞ കാര്യം പകുതി സത്യമാ, പക്ഷേ മോനെ മാത്രമല്ല നിന്നെയും വേണം എനിക്ക്. എന്തിന്? ഇത്രയും കാലം ഇല്ലാത്ത അച്ഛൻ്റെ സ്നേഹം അവന് വേണ്ട, ഒരിക്കൽ പോലും തരാത്ത ഭർത്താവിൻ്റെ സ്നേഹവും എനിക്കും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നോക്ക് എൻ്റെ പാറു, എന്തിനാ ഈ കാശി തിരിച്ചു വന്നത് എന്ന് നിനക്കറിയുമോ? നീ ചെയ്ത ഒരു തെറ്റ്, അത് തിരുത്തണം. ഞാനെന്ത് തെറ്റ് ചെയ്തെന്നാണ് നിങ്ങളീ കിടന്ന് പറയുന്നത്? ആയേ, നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? സ്വന്തം ചോരയല്ലേ നിങ്ങൾ തള്ളി പറഞ്ഞത്? ചെയ്തതിൻ്റെയൊന്നും പകുതി പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് തെറ്റാണെന്നാ നിങ്ങൾ പറയുന്നത്? അതൊക്കെ പറയാം, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പൊക്കോ. ഇപ്പോൾ വന്നത് വന്നു, ഇനി ഞങ്ങളെ കാണാൻ ഇവിടെ വരണ്ട. ഭാര്യയുമായി ജീവിക്ക്. കറക്റ്റ് കാര്യമാണ് നീ പറഞ്ഞത്. ഞാൻ ഭാര്യയുമായാണ് ജീവിക്കാൻ പോകുന്നത്, പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ. നിങ്ങൾക്കെന്താ എന്നെ എത്രയും ദ്രോഹിച്ചത് പോരെ? അതെ, ദ്രോഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് സ്നേഹിക്കണം പാറു നിന്നെ. കാശിയിലുണ്ടായ മാറ്റം പെട്ടെന്ന് പാർവതി ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പോലും അത് കതക് തുറന്ന് അവൾ പുറത്തേക്ക് നടന്നു. പാർവതി പോയ വഴിയെ നോക്കിയ കാശി പെട്ടെന്നാണ് മൊബൈൽ റിംഗ് ചെയ്യുന്നത് കേട്ടത്. അവൻ ഉടനെ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ആടാ, ഞാൻ കണ്ടു അവളെ.
കുറച്ച് വാശിയും ദേഷ്യവുമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് മാറ്റിയെടുക്കും. ഓക്കെ, നീ എപ്പോഴാ വരുന്നത്? എന്നാ ശരി. കോൾ കട്ടാക്കിയ ശേഷം കാശി പാർവതിയുടെ അടുത്തേക്ക് നടന്നു. അടുക്കളയിൽ എത്തിയപ്പോൾ പാർവതി തിരക്കിട്ട ജോലിയിലായിരുന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് അടുക്കളയുടെ ഒരോരം ചാരി അവനും നിന്നു. കാശിയുടെ സാമീപ്യം എന്തുകൊണ്ടോ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പാർവതി മുറിയിലേക്ക് പോയി കതകടച്ച് കട്ടിലിലേക്ക് വീണു. അല്പസമയം അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അസ്വസ്ഥമായ ഒരു ഉറക്കം. പിന്നീട് പാർവതി ഉണർന്നത് സന്ധ്യാസമയത്തായിരുന്നു. വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ വാതിൽപ്പടിയിൽ കാശി ഇരിപ്പുണ്ട്. കണ്ണനെ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് അവൾ അവിടെ വീടാകെ നോക്കി. നോക്കേണ്ട, അവൻ ഇവിടെയില്ല. നന്ദൻ വന്ന് കൊണ്ടുപോയി. നന്ദേട്ടൻ? നന്ദനാണ് കണ്ണനെ കൊണ്ടുപോയതെന്ന് കാശിയിൽ നിന്നും മനസ്സിലാക്കിയ പാർവതിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായിരുന്നു. എന്തേ? അപ്പോൾ എല്ലാവരും ചേർന്ന് കളിക്കുന്ന കളിയാണല്ലേ? എന്തിനാ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? താൻ പോടോ. കാശിയെ നോക്കി പറഞ്ഞ ശേഷം പാർവതി അടുക്കളയിലേക്ക് നടന്നു. ഡി, നീ എന്താ വിളിച്ചത്? പോടായെന്നോ? എൻ്റെ മോളെ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. പാർവതി പോയ വഴിയെ നോക്കി കാശി പറഞ്ഞു. അടുക്കളയിലേക്ക് പോയ പാർവതി ബാത്റൂമിൽ ചെന്ന് കുളിച്ച ശേഷം അടുക്കളയിലെ ജോലിയിലേക്ക് തിരിഞ്ഞിരുന്നു. മുറ്റത്തോടെ നടക്കുകയായിരുന്ന കാശി പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് നോക്കിയത്. എന്താ? കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായയുമായിട്ട് നിൽക്കുന്ന പാർവതിയെ നോക്കി കാശി ചോദിച്ചു. എന്താണ്? കാശിക്ക് മറുപടി കൊടുക്കാതെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കതകിൻ്റെ സൈഡിൽ വെച്ച് പാർവതി തിരിഞ്ഞു നടന്നു. ഡി, ചോ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. പെട്ടെന്നാണ് കാശിയുടെ വിളിയിൽ പാർവതി തിരിഞ്ഞു നോക്കിയത്. എന്താ? അതിങ്ങ് എടുത്തതാ. തൻ്റെ കെട്ടിയോളോട് പോയി പറ. അവളോട് തന്നെയാ പറഞ്ഞത്. തണുപ്പല്ലേ എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്നപ്പോൾ ഇനി തനിക്ക് ചായ എടുത്ത് ഊതി തണുപ്പിച്ച് തരാടോ. നീ തന്നതല്ലേ, ഞാൻ കുടിച്ചോളാം. ഇയാള് കൊണ്ടുവന്നതല്ലേ, കയ്യിലെടുത്ത് തന്നിട്ട് പോ. ഇന്നാ. ഗ്ലാസ് കാശിയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം പാർവതി അകത്തേക്ക് നടന്നു. രാത്രി അത്താഴമെല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ച് പാർവതി അവിടെ ഇരുന്നു. അവിടേക്ക് കാശി വന്നപ്പോൾ മനസ്സിലായിരുന്നു തനിക്കും കൂടിയായി ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടെന്ന്. മറ്റൊരു പ്ലേറ്റിൽ നിന്ന് പാർവതി ആഹാരം കഴിക്കുന്നുമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് കാശിയും ആഹാരം കഴിച്ചു. രാത്രി ഒരുപാടായിട്ടും പാർവതി ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. കണ്ണനുണ്ടായിരുന്നുവെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. അകത്ത് നിന്ന് കാശിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പതിയെ അവൾ അകത്തേക്ക് ചെന്നു. ആള് നല്ല ഉറക്കമാണ്. അവിടെയുണ്ടായിരുന്ന പുതപ്പെടുത്ത് കാശിയെ പുതപ്പിച്ച ശേഷം പാർവതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണ് ഒരു കൈ പാർവതിയുടെ കയ്യിൽ പിടുത്തമിട്ടത്. പെട്ടെന്ന് പാർവതി കട്ടിലിലേക്ക് വീണു. അടുത്ത നിമിഷം തന്നെ കാശി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തിരുന്നു. പാർവതിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അല്പസമയം അവൾ അനങ്ങാതെ തന്നെ ഇരുന്നു. തൻ്റെ കഴുത്തിലെ നനവറിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കാശി കരയുകയാണെന്ന്. സോറി, ഒരൊറ്റ വാക്ക് മാത്രം അവൾ കേട്ടു. തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല അവൾക്ക്. ആ മഞ്ഞ് പെയ്തിറങ്ങുന്ന രാത്രിയിൽ അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വയലോരങ്ങൾ താണ്ടി അവൾ നടക്കുകയാണ്. ആറാട്ട് കഴിഞ്ഞ് ശാന്തമായിരുന്നു. അമ്പലക്കുളത്തിലെ ജലം വൈഡൂര്യം പോലെ നിലാവിൽ അവിടെയാകെ പ്രകാശം പരത്തി. ചങ്ങല വീണ് ഉരഞ്ഞു പൊട്ടിയ കാലിൻ്റെ വ്രണത്തിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. കയ്യിലായി പിടിച്ചിരിക്കുന്ന ഓടക്കുഴലും നെഞ്ചോട് ചേർത്ത് അവരുടെ നടത്തം ചെന്ന് അവസാനിച്ചത് ആൽമരത്തിനോട് ചേർന്നുള്ള അമ്പലക്കുളത്തിനടുത്താണ്. അവിടെ അവൾക്കായി ഒരുവൻ കൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ട മാത്രയിൽ അവൾ ഓടി അവനെ പുണർന്നു. പതിയെ അവൻ്റെ കരങ്ങൾ ചേർത്ത് അവർ ഇരുവരും പടിക്കെട്ടുകൾ കടന്ന് ജലത്തിനടിയിലേക്ക് ഊളയിട്ട് താഴ്ന്നു. അല്പനേരത്തിനകം അനക്കം തട്ടിയ വെള്ളത്തിൻ്റെ സാന്നിധ്യവും അവിടെ ദൃശ്യമായിരുന്നു. അപ്പോഴും കുളത്തിൻ്റെ പടിക്കെട്ടിൽ ഒരു ഓടക്കുഴൽ മാത്രം അവശേഷിച്ചു. അമ്മേ! ഒരു അലർച്ചയോടെ പാർവതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ വയറ്റിലൂടെ കൈയിട്ട് കാശി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് ഒരു അല്പം പോലും അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എഴുന്നേൽക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ച് അവൾ കണ്ണടച്ച് കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ അമ്മയുടെ മുഖം മനസ്സിൽ തെളിയുന്നു. ഉത്സവത്തിൻ്റെ അന്ന് ക്ഷേത്രകുളത്തിൻ്റെ ഓരത്തായി പൊങ്ങിയ അമ്മയുടെ ബോഡിയായിരുന്നു അപ്പോൾ പാർവതിയുടെ മനസ്സിൽ നിറയെ. സ്നേഹിച്ചിട്ടില്ല, മുലയൂട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നപ്പോൾ പോലും ചേർത്ത് പിടിച്ചിട്ടില്ല. തനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ഓടക്കുഴലും ചേർത്ത് പിടിച്ച് സ്വയമേ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തലയിണയെ നനയിച്ചു കൊണ്ടിരുന്നു.
ഡി ഉം. കാശിയുടെ വിളിക്ക് അവളപ്പോൾ വിളി കേട്ടിരുന്നു. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാതാണോ രാവിലെ കിടന്ന് കരയുന്നത്? എന്താ? ഒന്നുമില്ലാന്നല്ലേ പറഞ്ഞേ? എനിക്കറിയാം നീ എന്തിനാണ് കരയുന്നതെന്ന്. അമ്മയെ ഓർത്തോ? താൻ മനസ്സിൽ വിചാരിച്ച കാര്യം കാശി എങ്ങനെ അറിഞ്ഞു? ഒരു വേള തലചിരിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അപ്പോഴും കാശി കണ്ണു തുറന്നിട്ടില്ല. എന്താ? നിന്റെ മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ? ഇല്ല, എനിക്കറിയാം. നീ കള്ളം പറയണ്ട. നിന്റെ മനസ്സിൽ ഏറ്റവും വലിയ സങ്കടം രണ്ടാണ്. അതിലൊന്ന് ഇന്നലത്തോടെ അവസാനിച്ചു. പക്ഷേ എന്തൊക്കെ ചെയ്താലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമുണ്ട്, നിന്റെ അമ്മയുടെ സ്നേഹം. അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന പാർവതിയുടെ കണ്ണുനീർ ഏങ്ങലടിയോടെ പുറത്തു വന്നിരുന്നു. ആ നിമിഷം തന്നെ കാശി അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. 8 വർഷങ്ങൾ ആരുടെയും മുന്നിൽ പുറത്ത് കാട്ടാതെ ഒതുക്കി വെച്ചിരുന്ന വിഷമങ്ങൾ മുഴുവൻ അവൻ്റെ നെഞ്ചിലായി അവൾ ഒഴുക്കിക്കളഞ്ഞിരുന്നു. എത്ര നേരം അങ്ങനെ കരഞ്ഞു എന്നറിയില്ല. പെട്ടെന്നാണ് പാർവതി കാശിയെ തള്ളി മാറ്റിയത്. എന്താടി? സോറി. എന്തിന്? ഞാൻ അറിയാതെ. അതെന്തിനാ? നീ എൻ്റെ കെട്ടിയോളല്ലേ? ഞാൻ നിന്റെ ആരുമല്ല. നിന്റെ എന്നോ? ചേട്ടാന്ന് വിളിക്കടി, ഭദ്രകാളി. താൻ പോടോ. പോടാന്നോ? നിന്നെ ഞാൻ. പാർവതിയുടെ അടുത്തേക്ക് കുതിച്ചു വന്ന കാശിയെ തള്ളി മാറ്റിക്കൊണ്ട് പാർവതി വേഗം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. രാവിലെ 9 മണിയോടടുപ്പിച്ചായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാകുകയായിരുന്നു പാർവതി. അപ്പോൾ ബാഗിലായി ചോറുകൂടി എടുത്തു വെച്ച് പാർവതി ഇറങ്ങാൻ തയ്യാറായി. എവിടെ പോവാ? റെഡിയായി അങ്ങോട്ട് വന്ന കാശി ചോദിച്ചു. നിനക്കെന്താ, ചെവി കേൾക്കില്ലേ? ഞാൻ എവിടെ പോയാലും തനിക്കെന്താ? എൻ്റെ ഭാര്യ എവിടെ പോകുന്നു എന്ന് എനിക്കറിയണ്ടേ? ഇത്രയും കാലം എവിടെ പോയിരിക്കുകയായിരുന്നു ഈ ഭർത്താവ്? ഭാര്യയുടെ അഹങ്കാരം കുറയ്ക്കാൻ കുറച്ച് മാറി നിന്നതാ. എന്നിട്ടെന്താ, കുറഞ്ഞോ? എവിടുന്ന്? ഇപ്പോൾ അല്പം കൂടിയെന്നേ ഉള്ളൂ. ആണോ? പിന്നല്ല. പക്ഷേ നോക്കിക്കോ, ഈ ഭദ്രകാളിയുടെ അഹങ്കാരം ഞാൻ കുറയ്ക്കും. എന്തെങ്കിലും ചെയ്യ്. കുറയ്ക്കും. കുറച്ചുകൊണ്ട് അവിടെ നിന്നോ. ഞാൻ പോവാ. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. മെൻ്റൽ ഹോസ്പിറ്റലല്ലേ നീ ജോലി ചെയ്യുന്നത്? എന്താ, നിങ്ങൾക്ക് അവിടെ ഒരു അഡ്മിഷൻ വേണോ? എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒരാളെ കാണിക്കാനുണ്ട്. തന്നെ തന്നെയായിരിക്കും. ഡി. കാശി പാർവതിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഒന്ന് മാറി നിൽക്ക്, എനിക്ക് ജോലിക്ക് പോകണം. നീ ഇന്ന് ജോലിക്ക് പോകണ്ട. ഇയാളെക്കൊണ്ട് വലിയ ശല്യമായല്ലോ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഉറപ്പായും പോണ്ട. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുറിയും തൊട്ട് എവിടാണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. നിങ്ങൾക്ക് ആവശ്യങ്ങളുള്ള പോലെ എനിക്കും ജോലിക്ക് പോകണം. വിട്. പൊക്കോ. കാലൻ. കാശി ചേർത്ത് പിടിച്ചിരുന്ന കൈകൾ തടവിക്കൊണ്ട് പാർവതി പറഞ്ഞു. അത് നിന്റെ കെട്ടിയവൻ. കേട്ടോടി ഭദ്രകാളി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. തക്ക സമയം നോക്കി പാർവതി ബാഗും എടുത്ത് വേഗം പുറത്തേക്കിറങ്ങി. വഴിയിൽ വെച്ച് കാശിയുടെ കാർ പുറകിൽ നിന്ന് വരുന്നത് അവൾ കണ്ടിരുന്നു. നിർത്തുമെന്ന് കരുതിയെങ്കിലും നിർത്തിയില്ല. അത് അവളെയും കടന്ന് മുന്നോട്ട് പോയി. ഭാഗ്യമെന്ന് കരുതി അവൾ ബാഗുമായി മുന്നോട്ട് നടന്നു. 9:45 അടുപ്പിച്ചായിരുന്നു അവൾ ഹോസ്പിറ്റലിലെത്തിയത്. എന്ന് കയറിയപ്പോഴേ കണ്ടത് ഫയലും പിടിച്ചു പോകുന്ന റോസിയാണ്. പാർവതിയെ തന്നെ നോക്കി അവൾ കണ്ണുരുട്ടുന്നുണ്ട്. പാർവതി. മാം. എന്താടി, നിനക്ക് തോന്നുന്ന സമയത്താണോ വരുന്നത്? അത് നന്ദേട്ടൻ നിന്റെ കൂടെയുണ്ട് എന്ന് കരുതി നീ എന്താ കാണിക്കുന്നത്? മുതലെടുക്കുകയാണോ? ഒരു കാര്യം ഓർത്തോ? മാഡം. എൻ്റെ ക്യാബിനിലേക്ക് വാ, നിനക്കപ്പോൾ ബാക്കി തരാം. കുറച്ച് പേര് അങ്ങോട്ട് വരുന്നത് കണ്ട് റോസി ക്യാബിനിലേക്ക് പോയി. അല്പസമയത്തിനകം വസ്ത്രം മാറി പാർവതിയും അങ്ങോട്ട് വന്നിരുന്നു. മാം. ഡോറിലായി മുട്ട് കേട്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്ന പേഷ്യൻറ്റിൻ്റെ ഫയലിൽ നിന്ന് മുഖമെടുക്കാതെ മറുപടിയായി റോസി പറഞ്ഞു. കമിൻ. മാം. വന്നല്ലോ. നീ എന്താടി, നിനക്ക് തോന്നുന്ന പോലെ കയറി ഇറങ്ങാൻ ഇത് നിന്റെ കുടുംബസ്വത്താണോ? മാം. നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. ഒരുപാടായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ എന്താ ജോലിയൊന്നും ചെയ്യാതെ കറങ്ങി നടക്കുന്നത്? ഞാൻ. നന്ദേട്ടനെ വളച്ചെടുക്കാനല്ലേ നിന്റെ പ്ലാൻ? എനിക്കിനി അയാളെ വേണ്ട. രാധുവുമായിട്ടുള്ള ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും എന്നെപ്പോലെയുള്ള ഒരാൾക്ക് അയാൾ ചെയ്തില്ല. എൻ്റെ ഡാഡി വലിയ ബിസിനസ്മാനാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കേണ്ട ആളും അതുപോലെ ഒരാളായിരിക്കണം. അതുപോലുള്ള ആളെ ഞാൻ കണ്ടുപിടിച്ചു. ഇതൊക്കെ എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത് എന്നല്ലേ? പറയണം. നീ നന്ദനോട് കാണിക്കുന്ന പോലെയൊന്നും അവിടെ ചിലവാക്കരുത്, കേട്ടല്ലോ? മാം. ഷട്ടപ്പ്. എക്സ്ക്യൂസ് മീ.
പെട്ടെന്നാണ് ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്നുകൊണ്ട് ഒരാൾ അകത്തേക്ക് വന്നത്. തിരിഞ്ഞു നോക്കിയ പാർവതി ആളെ കണ്ട് 1000 കിളികൾ തലയിൽ നിന്ന് ഒരുമിച്ച് പറന്നു പോയതുപോലെയായിരുന്നു. യെസ്, കാശിയാണോ? കമിൻ. യെസ്. മുന്നിലുള്ള കസേര വലിച്ചിട്ടുകൊണ്ട് കാശി അതിലിരുന്നു. എന്താ കാശി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ കാശി, കോഫി ഓർഡർ ചെയ്യട്ടെ? നോ. അതിനെന്താ, ഒരു കോഫി കുടിക്കാം. ഡി പാർവതി, പോയൊരു ചായ കൊണ്ടുവാ. പാർവതിയെ നോക്കിയ റോസി പറഞ്ഞു. ഓക്കെ ഡോക്ടർ. കാശിയെ ഒന്ന് നോക്കിയ ശേഷം പാർവതി പുറത്തേക്ക് നടന്നു. ഭയങ്കര ശല്യമാണ് കാശി അവൾ. എക്സ്ക്യൂസ് മീ മിസ് റോസി, ഐ ആം ഓണർ ഓഫ് ദിസ് ഹോസ്പിറ്റൽ. ഞാൻ തൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ജസ്റ്റ് യു ആർ മൈ സ്റ്റാഫ്. എൻ്റെ പേര് വിളിച്ച് അടുത്തിടപഴകാൻ വരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. കോൾ മീ സർ. ഇടുത്തി തലയിൽ ഏറ്റ പോലെയാണ് റോസിക്ക് അപ്പോൾ തോന്നിയത്. മുഖത്തുണ്ടായിരുന്ന ചമ്മൽ മറച്ചുകൊണ്ട് റോസി കാശിക്ക് മറുപടി കൊടുത്തു. സോറി. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിനോട് മര്യാദക്ക് സംസാരിക്കണം. അവർ ലേറ്റായി വന്നാൽ ചോദിക്കാൻ ഞാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി, കേട്ടല്ലോ? റോസിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ ശേഷം കൂളിംഗ് ഗ്ലാസ് മുഖത്തേക്ക് എടുത്തു വെച്ച് കാശി മുറിക്ക് പുറത്തേക്ക് പോയി. ഈ സമയം ക്ലീനിങ് സെക്ഷൻ അടുത്ത് നിൽക്കുകയായിരുന്ന പാർവതി പെട്ടെന്നാണ് തൻ്റെ കഴുത്തിന് പുറകിലായി ഒരു നിശ്വാസമേറ്റത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കാശി.